എത്ര തന്നെ പുരോഗമനമെന്ന് വിശേഷിപ്പിക്കാവുന്ന പേരിട്ട് വിളിച്ചാലും കേരളം ഇത്രയും നാൾ തുടർന്നു വന്ന വികസനത്തിൻ്റെ ദുരന്തമാണ് ഇന്നിപ്പോൾ നാം കേരളത്തിൽ കാണുന്ന പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായതും അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും. 2018 പ്രളയത്തിൽ നിന്ന് പോലും നാം ചെറിയൊരു പാഠം പോലും പഠിച്ചില്ല എന്നുള്ളതാണ്. ഇതിന് മാധ്യമങ്ങൾ ഇതിനെ മഴക്കലി എന്നും അല്ലെങ്കിൽ ദുരിതപ്പെയ്ത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ആ പ്രയോഗം ശരിയല്ല. കാരണം മഴയ്ക്ക് കലിയില്ല. മാത്രമല്ല, മഴ നമ്മളുടെ അനുഗ്രഹം കൂടിയാണ്. അതുപോലെ പെയ്ത്തും അനുഗ്രഹമാണ്. നമ്മളാണ് അതിനെ ഈ ദുരിതത്തിലേക്കും അതേപോലെ തന്നെ ഈ ദുരിതത്തിലേക്കും കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതെ ഏത് വികസനം ഇനി കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ അവസ്ഥയേക്കാൾ വളരെ മോശകരമായ അല്ലെങ്കിൽ ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്കായിരിക്കും കേരളം പോവുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ വേനൽ വരുമ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമവും നാം ഇതേപോലെ നേരിടാൻ പോവുകയാണ്. കേരളത്തിൽ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കേരളം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ കാണുന്ന പച്ച മുഴുവൻ വെള്ളമാണ്. ആ വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കേരളം നശിക്കുകയും ചെയ്യും. അതേപോലെ വെള്ളം മലിനമായാൽ മലയാളി രോഗിയുമാവും, സംശയമില്ല. അതിനാൽ അടിയന്തര പ്രാധാന്യം കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കേരളത്തിൻ്റെ ജലപരിപാലനം അഥവാ വാട്ടർ മാനേജ്മെൻറ്റ്. ഇന്നത്തെ സാങ്കേതിക ഉപയോഗിച്ച് നമ്മൾ ആത്മാർത്ഥമായി വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനായാസം സാധ്യമാക്കാവുന്ന ഒരു സംഗതിയാണത്. കേരളത്തിലെ ഏത് വികസനവും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്തതും മലിനപ്പെടുത്താത്തതും ആകണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ് ആ രീതിയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും നിയമങ്ങളും മാറ്റേണ്ടതിലേക്ക് നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ കൊടിയ ദുരന്തങ്ങൾക്ക് ഇനിയും നമ്മൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പാത്രമാകേണ്ടി വരും.